കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന UDF കൺവെൻഷൻ മാറ്റിവെച്ചു. AI ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കൊല്ലം UDF മണ്ഡലം കൺവെൻഷൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ഐ ഗ്രൂപ്പിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇത് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇതിനെ തുടർന്ന് ഈ മറ്റ് മണ്ഡലങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് തിരക്കാണെന്ന് അറിയിച്ചുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിലെ പരിപാടി കൂടി ഇന്ന് മാറ്റിവെച്ചു. ഇന്നലെ മുതൽ വലിയ തോതിൽ അനൗൺസ്മെന്റുകൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെ 4 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കൺവെൻഷൻ ഉണ്ടെന്നുള്ളതിൽ അനൗൺസ്മെന്റ് നടന്നിരുന്നു. എന്തായാലും മറ്റ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉപേക്ഷിച്ച സാഹചര്യമാണ്. ഇന്ന് കൊല്ലം ഇരവിപുരത്ത് UDF കൺവെൻഷൻ RSPയുടെ ഓഫീസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമാണ് പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മടങ്ങിപ്പോവുകയും ചെയ്തു. കൊല്ലം മണ്ഡലത്തിന്റെ പ്രത്യേക സാഹചര്യം A ഗ്രൂപ്പും I ഗ്രൂപ്പും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കരുതെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവരുടെ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പരിഹാരമില്ലാതെ ഇതിനും പരിഹാരം കാണാൻ കഴിയില്ലെന്ന് നേതാക്കന്മാർ KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം മണ്ഡലം സ്ഥാനാർത്ഥി VM സുധീരന്റെ ഗ്രൂപ്പുകാരനാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിന് മാത്രമായി ഒരാളെ വെച്ചുകൊണ്ട് AI ഗ്രൂപ്പുകളെ വെട്ടിനിരത്തിയ ഏർപ്പാട് അംഗീകരിക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് A ഗ്രൂപ്പിന്റെ നേതാവും കൊല്ലത്ത് ഒരുപക്ഷെ മത്സരിച്ചേക്കാൻ സാധ്യതയുള്ള ഉദയ സുകുമാരൻ കൊല്ലം പ്രസ് ക്ലബിൽ ഇന്ന് അല്പം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവരും പറഞ്ഞത് അവർ ഉമ്മൻചാണ്ടിയെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. VM സുധീരൻ ഉമ്മൻചാണ്ടിയുടെ ചിറകരിഞ്ഞു, അത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് VM സുധീരൻ ഉമ്മൻചാണ്ടിയോട് പെരുമാറി എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ VM സുധീരന്റെ സ്ഥാനാർത്ഥിക്ക് യാതൊരു വിജയസാധ്യതയും താൻ കാണുന്നില്ല എന്നും നിലവിലെ കൊല്ലം കോർപ്പറേഷന്റെ കൗൺസിലർ കൂടിയായ ഉദയസുകുമാരൻ ആരോപിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് VM സുധീരന്റെ സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പുകൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തതിൽ കൊല്ലത്ത് ചേർന്ന ഐ ഗ്രൂപ്പ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. INTUCയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. പ്രതിഷേധ സൂചകമായി കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂട്ടിൽ ബുക്ക് ചെയ്ത ഹാൾ ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഐ ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി RSPക്ക് നൽകി. ഇപ്പോൾ VM സുധീരന്റെ ഗ്രൂപ്പുകാരന് വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഐ ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥിയായ പുന്തലമോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂടിൽ ബുക്ക് ചെയ്ത ഹാള് ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ കണ്ണ് തുറക്കണം. എന്നെപ്പോലെ പ്രാദേശികമായിട്ട് ഉള്ള നേതാക്കന്മാരെ പ്രാദേശികമായിട്ട് നേതൃത്വത്തിൽ നിൽക്കുന്ന പലരെയും അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ സ്ഥാനത്ത് ഞാൻ 75-ൽ KSUവിൻ്റെ അഞ്ചാലൂർ സ്കൂളിലെ ലീഡറായി, 78 കാലയളവിൽ പ്രാക്കളൻ സ്കൂളിലെ ലീഡറായി സ്പീക്കറാവുകയും ചെയ്തു. KSUവിൻ്റെ പാരമ്പര്യം മൂലം എനിക്ക് അവകാശപ്പെടാൻ പറ്റും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമമുള്ള സെക്രട്ടറിയായി. അപ്പോൾ മറ്റു പലർക്കും ചിലപ്പോൾ KSUവിൻ്റെ പാരമ്പര്യം മൂലം അവകാശപ്പെടാൻ പറ്റത്തില്ല. അതേസമയം AICC ലിസ്റ്റിലുണ്ടായിരുന്ന A ഗ്രൂപ്പുകാരിയായ ഉദയ സുകുമാരനെ ഒഴിവാക്കി VM ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉദയ സുകുമാരനെ മത്സരിപ്പിക്കാൻ A ഗ്രൂപ്പും തീരുമാനിച്ചതായി സൂചനയുണ്ട്. INTUCയും കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അബ്ദുൽ ഖാദർ KC ജോസഫിനെതിരെ മത്സരരംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചരണവും UDFന്റെ സിറ്റിംഗ് മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാഴ്ത്തുകയാണ്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധ ശബ്ദം ഉയർന്നു തുടങ്ങി. ഇരിക്കൂറിൽ 35 വർഷം MLAയും കഴിഞ്ഞ തവണ മന്ത്രിയുമായ KC ജോസഫിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ KC ജോസഫിന്റെ കോലം കത്തിച്ച് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദറിന്റെ രാജിയിലേക്കും ഒപ്പം കോൺഗ്രസിനെതിരെയുള്ള സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വരെയും എത്തിയിരിക്കുന്നു. വികസന വിരുദ്ധൻ എന്ന ആക്ഷേപമാണ് KC ജോസഫിനെതിരെയുള്ള പ്രധാന ആയുധവും. എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയും കാലം 35 വർഷം ഈ നാട് പിന്നോട്ടടിച്ചത് കണ്ടു സഹിക്കാൻ പറ്റാത്ത ജനതയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാവശ്യം ഇരിക്കൂറിൽ നോമിനേഷൻ കൊടുക്കും. നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇദ്ദേഹത്തിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്നില്ല? സ്വന്തം നാട്ടിൽ പിന്തുണയില്ലാത്ത ആൾക്ക് എന്ത് ഗ്രാഫ്? സ്വന്തം നാട്ടിലാണല്ലോ പിന്തുണ വേണ്ടത്. സ്വന്തം നാട്ടിൽ പിന്തുണയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ KC ജോസഫിനെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ AP അബ്ദുള്ളക്കുട്ടിയെ മാറ്റി സതീശൻ പാച്ചേനി K സുധാകരന്റെ നോമിനിയായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് ലീഗ് അണികളിലും A ഗ്രൂപ്പിലും ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല.
ജന്മന ജയിക്കാൻ ജനിച്ചവനെ മാറ്റി ജന്മന തോൽക്കാൻ ജനിച്ചവനെ എന്തിന് സുധാകര സ്ഥാനാർത്ഥിയാക്കി തുടങ്ങി ലീഗ് അണികൾ പോസ്റ്റർ പതിച്ചതും UDFന്റെ കണ്ണൂർ മണ്ഡലത്തിലെ അടിത്തറയിളകുന്നതിന്റെ ലക്ഷണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കണ്ണൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ അണികളിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. 35 വർഷങ്ങൾക്കു ശേഷം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ ഇരിക്കൂറിലും KC ജോസഫിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇരിക്കൂറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇരിക്കൂറിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് UDF സ്ഥാനാർത്ഥി രാജാറാമിനെ INTUC പ്രവർത്തകർ വിരട്ടി ഓടിച്ചു. കോൺഗ്രസ് ഓഫീസിലെത്തിയപ്പോഴാണ് വിരട്ടി ഓടിച്ചത്. AICC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ പ്രതിഷേധമാണ് ജില്ലയിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയത്. INTUCക്ക് മേൽക്കൈയുള്ള ദേവികുളത്ത് പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി M രാജാറാമിനെ INTUC ഓഫീസിൽ കയറ്റാതെ AK മണി അനുകൂലികൾ വിരട്ടിയോടിച്ചു. രാവിലെ മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ INTUC നേതാവും KPCC വൈസ് പ്രസിഡന്റുമായ AK മണിയുടെ അനുഗ്രഹം വാങ്ങാനെത്തിയതായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ സ്ഥാനാർത്ഥി രാജാറാം. എന്നാൽ INTUC ഓഫീസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ ഓഫീസിൽ കയറ്റിയില്ല. സ്ഥാനാർത്ഥിക്കെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. എന്നാൽ മദ്യപാനികളായ സാമൂഹ്യ വിരുദ്ധരാണ് പ്രതിഷേധത്തിന്റെ പിന്നിലെന്ന് രാജാറാം പിന്നീട് പ്രതികരിച്ചു. ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 3 മണ്ഡലങ്ങളിലും മുതിർന്ന നേതാക്കളെ തടഞ്ഞ് പുതുമുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. തോട്ടമേഖല ഉൾക്കൊള്ളുന്ന ദേവികുളം, പീരുമേട് മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ INTUCയെ തടഞ്ഞത് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലാണുള്ളത്. സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള നീക്കവും INTUC ജില്ലയിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരളത്തിലെ തെരുവുനായ ശല്യത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു. തെരുവുനായ വിഷയം പഠിക്കാൻ 3-അംഗ സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചു. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് സിരിജഗനാണ് സമിതിയുടെ അധ്യക്ഷൻ. വിവരങ്ങളുമായി M സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, കേരളത്തിൽ തെരുവുനായ ശല്യം കാര്യക്ഷമമായ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിലുണ്ട്. അതോടൊപ്പം തന്നെ തെരുവുനായയുടെ കടിയേറ്റ് മരിച്ചതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോട്ടയം അരയക്കുന്ന് സ്വദേശിയായ ഡോളിയുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി 3-അംഗ സമിതിയെ സുപ്രീം കോടതി നിരോധിച്ചു. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് സിരിരാജൻ അധ്യക്ഷനായ സമിതിയിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറും ഉൾപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം 12 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം എന്നതിനെ സംബന്ധിച്ചും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്ന്, ഈ തെരുവുനായയുടെ കടിയേറ്റ് മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചാണ്. രണ്ടാമത്, ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ അപാകതയുണ്ടോ എന്നുള്ള കാര്യങ്ങളും വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. നേരത്തെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡോളിയുടെ ബന്ധുക്കൾ സുപ്രീം കോടതിയെ സമർപ്പിച്ചതിനെതിരെ കേരള സർക്കാരാണ് ഇതിനെതിരെ വാദിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വസന്ത് നേരത്തെ വാദിച്ചത്. എന്നാൽ നായ കടിച്ച കേസുകളിൽ ഇരകൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി എവിടെയാണ് പോകേണ്ടത് എന്ന് സുപ്രീം കോടതി നേരത്തെ ഈ കേസ് പരിഗണിച്ച സമയത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു. ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, ശിവകീർത്തി സെൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ സന്തോഷ്, നേരത്തെ തന്നെ സംസ്ഥാനം ഈ വിഷയത്തിൽ എടുക്കുന്ന നിരുത്തരവാദപരമായ നിലപാട് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വാക്സിനേഷൻ മരുന്നുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഉള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സമിതിയുടെ പഠന വിഷയമായി അല്ലെങ്കിൽ പരിശോധനാ വിഷയമായി ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ സർക്കാർ ഇതുവരെ എടുക്കുന്ന നിലപാടുകൾ പരിശോധിക്കപ്പെടുക കൂടിയായിരിക്കുമോ? സൗമ്യ, ഈ കേരളത്തിലെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. സ്വാഭാവികമായും ഈ കേസുകൾ പരിശോധിച്ച സമയത്തെല്ലാം തന്നെയും സുപ്രീം കോടതി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ള ഒരു വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയിരുന്നത്. ഈ തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ സംസ്ഥാന സർക്കാർ അത് എതിർക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഹർജികളെ എതിർക്കുന്നു. സംസ്ഥാനത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ആവശ്യമായ മരുന്നുകളുടെ ലഭ്യത പ്രശ്നം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരുവുനായകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതി ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും സംസ്ഥാന സർക്കാരിനെ
വിമർശിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു തെരുവുനായ ശല്യം അല്ലെങ്കിൽ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിർണായക തീരുമാനമായി ഇന്നത്തെ തീരുമാനത്തിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ 3 അംഗ സമിതി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കും. തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമോ, ഏത് ഫണ്ടിൽ നിന്നാണ് ഈ നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ റിപ്പോർട്ട് പരിഗണിച്ച് സുപ്രീം കോടതി തീരുമാനമെടുക്കും. സൗമ്യ. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. മാണി വിഭാഗത്തിന്റെ UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുമെന്ന് യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം പൂർണ്ണമായും തള്ളിയ കേരള കോൺഗ്രസ് എം നേതൃത്വം 15 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് MLA-മാർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്കും 3 പുതുമുഖങ്ങൾക്കും സ്ഥാനാർത്ഥികളായി അവസരം നൽകിയപ്പോൾ ഒരു യൂത്ത് ഫ്രണ്ട് നേതാവ് പോലും പട്ടികയിൽ ഇടം പിടിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് യൂത്ത് ഫ്രണ്ട് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് എം സീറ്റ് എടുക്കുകയും കേരള കോൺഗ്രസ് എം മത്സരിക്കുകയും ചെയ്തിട്ട് കേരള കോൺഗ്രസ് എമ്മുമായിട്ട് പോലും ബന്ധമില്ലാത്ത കേരള കോൺഗ്രസ് എമ്മിനെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളോട് അവിടെ സ്ഥാനാർത്ഥിയായത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മത്സരരംഗത്ത് തുടരും. യൂത്ത് ഫ്രണ്ട് നേതാക്കളായ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, ജോബ് മൈക്കിൾ എന്നിവർക്കെങ്കിലും സീറ്റ് നൽകിയിരുന്നെങ്കിൽ താൻ പിന്മാറുമായിരുന്നുവെന്നും മഞ്ഞക്കടമ്പൻ വ്യക്തമാക്കി. PC ജോർജ് പാർട്ടിയുമായി ഇടഞ്ഞകാലം മുതൽ പൂഞ്ഞാർ സീറ്റ് ലക്ഷ്യമിട്ടായിരുന്നു സജിയുടെ പ്രവർത്തനങ്ങളേറെയും. കേരള കോൺഗ്രസ് എം നേതൃത്വവും സീറ്റിന്റെ കാര്യത്തിൽ ചില ഉറപ്പുകൾ സജിക്ക് നൽകിയെങ്കിലും പാലിച്ചില്ല. സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിലുള്ള കോൺഗ്രസിന്റെ ശീതസമരവും പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനിടെ സജി മഞ്ഞക്കടമ്പന്റെ സ്ഥാനാർത്ഥിത്വവും പൂഞ്ഞാറിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചടയമംഗലത്ത് MM ഹസനെതിരെ മത്സരിക്കുമെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ചിതറ മധു. ഇത്തവണ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അല്ല, ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെയാണ് പരിഗണിച്ചതെന്നും ചിതറ മധു പീപ്പിളിനോട് പറഞ്ഞു. നേതാക്കന്മാരോട് ഒരവസരം തരണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു. 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും യാതൊരു പരിഗണനയില്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് അവരെ വോട്ട് പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇനി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ആർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സ്വന്തമായി എനിക്ക് വോട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ലീല സിനിമയ്ക്ക് പബ്ലിസിറ്റി ക്ലിയറൻസ് നൽകണമെന്ന് ഹൈക്കോടതി. സിനിമ സെൻസർ ചെയ്യുന്നതിനുള്ള രേഖകൾ ഫിലിം ചേംബർ നൽകണം. രഞ്ജിത്തിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, വിവരങ്ങൾ. സൗമ്യ, രഞ്ജിത്ത് ചിത്രം ലീലയുടെ പ്രചരണത്തിനാവശ്യമായ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ലീലയുടെ സംവിധായകൻ രഞ്ജിത്താണ്. ഈ ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കത്തിന്റെ പേരിൽ രഞ്ജിത്ത് ചിത്രമായ ലീലയുടെ പോസ്റ്ററുകൾ മുദ്രവെച്ച് നൽകാൻ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് തയ്യാറായിരുന്നില്ല. ഇതിനെതിരെയാണ് രഞ്ജിത്ത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ചിത്രത്തിന്റെ പ്രചാരണത്തിനാവശ്യമായ പോസ്റ്ററുകൾക്കുള്ള വിലക്ക് ഫിലിം ചേംബർ പിൻവലിക്കണം. ചിത്രം സെൻസർ ചെയ്യുന്നതിനുള്ള രേഖകളും പബ്ലിസിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എത്രയും വേഗം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചലച്ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ അശ്ലീലമില്ലെന്ന്, അതായത് ലീലയുടെ പോസ്റ്ററുകൾ അശ്ലീലമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ സീൽ ചെയ്ത് നൽകുന്നതിനുള്ള അധികാരം ഫിലിം ചേംബറിൽ നിന്ന് എടുത്തുകളയണമെന്നും ഈ ചുമതല സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റിനോ ചലച്ചിത്ര അക്കാദമിയോ ഏൽപ്പിക്കണമെന്നും രഞ്ജിത്ത് ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവോടെ ലീല തടയുന്നതിനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കമാണ് പാളിയത്. നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കത്തിലായിരുന്നു ലീല റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനമെടുത്തിരുന്നു. കാരണം അതായത് സിനിമാ മേഖലയിലെ വേതന വ്യവസ്ഥയെ സംബന്ധിച്ച തർക്കം നിലവിൽ അതായത് നിർമ്മാതാക്കൾ അനുശാസിക്കുന്ന വേതനം വാങ്ങാൻ തയ്യാറാകാത്ത തൊഴിലാളികൾ സിനിമാ മേഖലയിൽ ജോലി ചെയ്യേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ലീലയുടെ പ്രവർത്തനങ്ങളുമായി ചിത്രീകരണവുമായി രഞ്ജിത്ത് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നൽകിയത്. ക്രിക്കറ്റിന് വേണ്ടി BCCI ഒന്നും ചെയ്യുന്നില്ലെന്ന് സുപ്രീം കോടതി. ഫണ്ട് വിതരണത്തിൽ അപാകതയുണ്ടെന്നും കോടതി. ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനാവില്ലെന്ന് പറയരുതെന്നും സുപ്രീം കോടതി. M സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, വിശദാംശങ്ങൾ.
സൗമ്യ, BCCIക്ക് രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. IPL വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് ലോധ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാവില്ല എന്ന് കാണിച്ച് BCCI നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി BCCIയെ രൂക്ഷമായി വിമർശിച്ചത്. ക്രിക്കറ്റിന്റെ ക്ഷേമത്തിനായി BCCI ഒന്നും ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച സുപ്രീം കോടതി ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ അപാകതയുണ്ടെന്ന് വ്യക്തമാക്കി. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചതിൽ അപാകതയുണ്ട്. പല സംസ്ഥാനങ്ങൾക്കും വളരെ കുറഞ്ഞ തുക മാത്രമാണ് അനുവദിച്ചത്. അതേസമയം മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് വലിയ തുക അനുവദിക്കുകയും ചെയ്തു. ഗുജറാത്ത് സംസ്ഥാനത്തിന് 60 കോടി അനുവദിച്ചപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പലതിനും 50 ലക്ഷം രൂപ മാത്രമാണ് ഫണ്ട് അനുവദിച്ചത്. എന്തിനാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടുന്നതെന്നും സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 11 സംസ്ഥാനങ്ങൾക്ക് 1 രൂപ പോലും BCCI അനുവദിച്ചിട്ടുമില്ല. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി BCCIയെ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് നേരത്തെയും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ടാണ് BCCI സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ ഈ സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷവും ഈ നിർദ്ദേശങ്ങൾ ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. BCCIയിൽ ഭരണസമിതികൾക്ക് IPLലും BCCIക്കും പ്രത്യേകം ഭരണസമിതികൾ വേണം. ക്രിക്കറ്റ് താരങ്ങളുടെ അസോസിയേഷൻ വേണം. സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം അസോസിയേഷനുകൾ അനുവദിക്കരുത്. BCCIയിൽ വോട്ട് ചെയ്യാൻ ഒരു സംസ്ഥാനത്തിന് 1 വോട്ട് എന്നുള്ള രീതി നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിമാരും MP-മാരുമായവരും ഇത്തരത്തിൽ ഈ ഭാരവാഹിത്വത്തിൽ കടന്നു വരരുത് എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ലോധ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. സൗമ്യ. M. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ക്രിക്കറ്റിന് വേണ്ടി BCCI ഒന്നും ചെയ്യുന്നില്ല എന്ന സുപ്രീം കോടതിയുടെ വിമർശനം.